ഹായ് ഓൾ, ഏവർക്കും നമസ്കാരം. കെമിക്കൽ സയൻസിൻ്റെ CSIR നെറ്റ് ഗേറ്റ് എക്സാമിനേഷന് വേണ്ടി കോച്ചിങ് നൽകുന്ന സ്കോളർ സ്ക്വാഡ് എന്ന ഓൺലൈൻ സ്ഥാപനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതാണ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് CSIR നെറ്റിന് ചോദിക്കാവുന്ന ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പിരിഡീനിയം ക്ലോറോക്രോമേറ്റ് അല്ലെങ്കിൽ PCC എന്ന് പറയുന്നതിൻ്റെ ഓക്സിഡേഷനെ കുറിച്ച് അല്ലേ. PCC എന്ന് പറഞ്ഞാൽ എന്താണ്? പിരിഡീനിയം ക്ലോറോക്രോമേറ്റ്. അതിനകത്ത് വരുന്ന റിയേജൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് വരുന്നത്, അതായത് ഒരു കോമ്പിനേഷനാണ്. എന്തിൻ്റെയൊക്കെ കോമ്പിനേഷനാണ്? പിരിഡീൻ പ്ലസ് HCl പ്ലസ് CrO3, ക്രോമിയം ട്രയോക്സൈഡ്. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വഴി ഫോം ചെയ്ത ഒരു കോംപ്ലക്സ് ആണ് പിരിഡീനിയം ക്ലോറോക്രോമേറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഓക്സിഡേഷൻ. യൂഷ്വലായിട്ട് യൂസ് ചെയ്യുന്നത് ഓക്സിഡേഷൻ ഓഫ് പ്രൈമറി ആൽക്കഹോൾ ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾ. പ്രൈമറി ആൽക്കഹോൾ ആൽഡിഹൈഡും സെക്കൻഡറി ആൽക്കഹോൾ കീറ്റോണും തരും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇങ്ങനെ ഒരു ആൽക്കഹോൾ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോഴത്തേക്കറിയാം, ഇവിടെ OH എന്ന് പറയുന്നത് ഏത് കാർബണിലാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്? ഒരു ടെർഷറി കാർബണിലാണ് അറ്റാച്ച് ചെയ്തെങ്കിൽ ടെർഷറി ആൽക്കഹോൾ ആണ്. ടെർഷറി ആൽക്കഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ PCC ആയിട്ട് ഓക്സിഡേഷൻ നടക്കുമോ ഇല്ലയോ? ഓക്കെ, അത് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ടെർഷറി ആൽക്കഹോളിലേക്ക്, അല്ലെങ്കിൽ ടെർഷറി ആൽക്കഹോൾ എന്ന് പറയുന്നത് പ്രസന്റ് ആയിരിക്കുന്നത് ഒരു അല്ലീലിക് പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ, അല്ലീലിക് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഈ ഡബിൾ ബോണ്ട് കഴിഞ്ഞതിന് ശേഷം ഒരു കാർബൺ, അതിനുശേഷം OH, അങ്ങനെയാണെങ്കിൽ അല്ലീലിക് പൊസിഷനാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓക്സിഡേഷൻ നടക്കും. നമുക്ക് കിട്ടുന്നത് ഒരു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ആയിരിക്കും. ഓക്കെ, ഇതിനകത്ത് നടക്കുന്നത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഒരു സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ് നടക്കുന്നത്. സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് നടന്നിട്ടാണ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, PCC വെച്ചിട്ടുള്ള ഓക്സിഡേഷൻ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, നമുക്കറിയാവുന്നതുമാണ്. എന്നാൽ ഇത് എപ്പോഴും നമ്മൾ കാണാത്തൊരു റിയാക്ഷൻ ആണ്. ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, പിരിഡീനിയം ക്ലോറോക്രോമേറ്റിനകത്ത് മെയിൻ റിയാക്റ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് CrO3 ആണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, CrO3യുടെ സ്ട്രക്ചർ ഇതാണ് അല്ലേ. ഡബിൾ ബോണ്ടോ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഓക്സിജന്റെ ലോൺ പെയർ എന്ന് പറയുന്നത് ക്രോമിയത്തിലേക്ക് ചെന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഡബിൾ ബോണ്ട്, ഏതെങ്കിലും ഒരു ഡബിൾ ബോണ്ട് O- ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്നത് സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാം. ഡബിൾ ബോണ്ട്, സ്റ്റീരിയോ കെമിസ്ട്രിയും കൂടെ കൊടുത്തുകൊണ്ട് പോവാം. ഡബിൾ ബോണ്ട്, ഓക്കെ, OHനെ ഇങ്ങോട്ടേക്ക് ആക്കി മാറ്റി വരച്ചതിൻ്റെ റീസൺ ഉണ്ട്. നമുക്ക് 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് നേരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. C ബോണ്ട് CH. OHനെ ഞാൻ മുകളിലേക്ക് ആക്കി വരയ്ക്കാണ്. ബാക്കി ബോണ്ടിനെ ഓക്കെ. Oയ്ക്ക് പോസിറ്റീവ് ചാർജ് വരാനുള്ള റീസൺ എന്താണ്? ഈ ഇവിടെ നിന്നുള്ള ലോൺ പെയർ ആണ് ആർക്ക് കൊടുത്തത്? ക്രോമിയത്തിന് കൊടുത്തത്. അപ്പം നമുക്ക് കിട്ടി CrO- ഡബിൾ ബോണ്ടോ ഓക്കെ, O- ആണ്. എത്രയും നമുക്ക് കിട്ടി. ഇനിയാണ് നമ്മുടെ എന്താ നടക്കുന്നത്? 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് നടക്കുന്നത്. എങ്ങനെയാണ് അത് നടക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു സിസ്റ്റത്തിൽ ചാർജ് വന്നാൽ അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇവിടെ OH+ ഉണ്ട്, ഇവിടെ O- ഉണ്ട്. എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് കളയാൻ H+ പുറത്തേക്ക് പോകുന്നു. ആ H+നെ ഇവിടുത്തെ ഓക്സിജൻ സ്വീകരിക്കുന്നു. അപ്പോൾ അതെന്തായിട്ടും സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ആവുന്നു. ഓക്കെ, അപ്പം നമുക്ക് കിട്ടി OH എന്ന് കിട്ടി. ഓക്കെ, ഇനി എങ്ങനെയാണ് 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് നടക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റുകളിൽ എവിടെയാണോ സിംഗിൾ ബോണ്ട് തുടങ്ങുന്നത്, രണ്ട് പാർട്ടിലും എവിടെയാണോ സിംഗിൾ ബോണ്ട് തുടങ്ങുന്നത് അവിടെ വേണം നമ്മൾ നമ്പർ ചെയ്ത് തുടങ്ങാൻ. ഈ കേസിലാകുമ്പോഴത്തേനും ഫസ്റ്റ് നമ്പർ ഇത്, സെക്കൻഡ് നമ്പർ ഇത്, തേർഡ് നമ്പർ ഇത്. ഇവിടെ ഫസ്റ്റ്, സെക്കൻഡ്, ഇങ്ങോട്ട് കൊടുത്താലും സെയിം ആണ്. അപ്പം ഞാനിവിടേക്ക് 3 കൊടുക്കുകയാണ്. എന്ത് ചെയ്യും? 1-1 ബോണ്ട് ബ്രേക്ക് ചെയ്യും, 3-3 ബോണ്ട് ഫോം ചെയ്യും. 2-1 ബോണ്ട് എന്ന് പറയുന്നത്, 2-1 സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. എങ്ങനെയാ? ഓക്കെ, ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു. ഈ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടേക്ക് വരുന്നു, ബ്രേക്ക് ചെയ്തിട്ട് ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് കിട്ടുക എങ്ങനെയാണ്?
നമുക്കതിനെ ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. ബാക്കി സബ്സ്റ്റിറ്റ്യൂവൻ്റ് എല്ലാം അതുപോലെ തന്നെ സി ട്രിപ്പിൾ ബോണ്ട് സി എച്ച്, ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂവൻറ്റും അതുപോലെ തന്നെ. ഓക്കെ, ഇത് ബ്രേക്ക് ആയിപ്പോയി അല്ലേ, അത് ബ്രേക്ക് ആയിപ്പോയി. അതിന് പകരം എന്ത് ചെയ്തു, ഇവിടുത്തെ ഓക്സിജനും ഈ കാർബണും തമ്മിൽ ബോണ്ട് ഫോം ചെയ്തു. അതിനെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ഓക്സിജനും ആ കാർബണും തമ്മിലുള്ള ബോണ്ടിനെ. ദെൻ ആ ഓക്സിജൻ ബോണ്ട് ചെയ്തേക്കുന്ന എവിടോട്ടാണ്, ക്രോമിയത്തിലേക്കാണ് ബോണ്ട് ചെയ്തേക്കുന്നത്. ആ ക്രോമിയത്തിന് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ക്രോമിയത്തിലേക്ക് ഒരു OH ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഇവിടുത്തെ ഈ ഡബിൾ ബോണ്ട് OH ഉണ്ട്, അത്രയുമായി. പിന്നെ എന്തുണ്ട്, അതിനുശേഷം ഇവിടുത്തെ ഈ ബ്രേക്ക് ചെയ്ത ഡബിൾ ബോണ്ട് OHക്ക് എന്ത് സംഭവിച്ചു, സോറി, ഈ ഡബിൾ ബോണ്ട് OH ഉണ്ട്, ഇവിടെ OH ഉണ്ട്, ഇത് വീണ്ടും എന്തായി, ഡബിൾ ബോണ്ട് OH ആയി അല്ലേ, അത്രയും നമുക്ക് കിട്ടി. ദെൻ ഈ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത്, അതായത് ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് ഡബിൾ ബോണ്ടായിട്ട് മാറി. ഓക്കെ, ക്ലിയർ ആയല്ലോ, ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നിന്നൊരു പ്രോട്ടോൺ എന്ന് പറയുന്നത് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഇവിടെ നിന്നുള്ള ഒരു പ്രോട്ടോൺ പുറത്തേക്ക് പോകുന്നു. എങ്ങനെയാണ് പോവുക, അതിൻ്റെ പ്രോട്ടോൺ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകുമ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഒരു കീറ്റോൺ കിട്ടും. ഓക്കെ, എന്ത് കിട്ടി, സി ട്രിപ്പിൾ ബോണ്ട് സി എച്ച്, മീഥൈൽ ഗ്രൂപ്പ്, ഡബിൾ ബോണ്ട് OH ആയി. ഓക്കെ, നോക്കിക്കേ, സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്തായിരുന്നു, അല്ലീലിക് ആൽക്കഹോൾ ആയിരുന്നു വന്നത്. അതിനെ എന്ത് ചെയ്തു, PCC വെച്ച് റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ കിട്ടി. എങ്ങനെയാണ് കീറ്റോൺ കിട്ടിയത്, അല്ലീലിക് ആൽക്കഹോളിന്റെ പൊസിഷനിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് സൈഡ്, നേരെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് ഉദ്ദേശിച്ചത്, അതായത് ഇവിടെ OH ആണെങ്കിൽ ഈ സൈഡിലേക്ക് കീറ്റോൺ ആയി, ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഡയറക്റ്റ് നമുക്ക് പ്രോഡക്റ്റ് വേണേലും എഴുതാം. എങ്ങനെ ചെയ്യും, നമ്മൾ എവിടെയാണോ OH അല്ലീലി പൊസിഷനിലുള്ള OHനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഈ ഒരു പൊസിഷനിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഈ ഒരു കാർബണിലേക്ക് കൊടുക്കുന്നു. അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആൽഫ ബീറ്റ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡബിൾ ബോണ്ട് കൊടുക്കുന്നു. അപ്പോൾ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബണൈൽ കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു. ഇതിനകത്ത് ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പോസിബിലിറ്റി ഉള്ളൂ. അതായത് ഈ ഒരു പൊസിഷനിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പോസിബിലിറ്റി ഉള്ളൂ. അല്ല ഇവിടെ ഹൈഡ്രജന് പകരം വേറെ ഏതെങ്കിലും സബ്സ്റ്റുവൻ്റ് ആണെങ്കിൽ ഒരു കാരണവശാലും ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് പ്രൊസീഡ് ചെയ്യുന്നതായിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. PCC വെച്ചിട്ട് എങ്ങനെയാണ് അല്ലീലിക് ആൽക്കഹോളിനെ, അല്ലീലിക് ടെർഷറി ആൽക്കഹോളിനെ, ഓക്കെ, അല്ലീലിക് ടെർഷറി ആൽക്കഹോളിനെ നമ്മൾ ഉണ്ടാക്കി മാറ്റുന്നതെന്ന്, എന്താ, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ആക്കി മാറ്റുന്നത് എന്നുള്ള മെക്കാനിസമാണ് നമ്മൾ കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും. താങ്ക് യു.